നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന് വി ഡി സതീശൻ നയിക്കും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മുഖ്യമന്ത്രി പദം ദൈവിക നിയോഗമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തൃശൂർ DCC ആസ്ഥാനത്ത് ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡിനെ വിയോജിപ്പ് അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണനയെന്നും രമേശ് ചെന്നിത്തല. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം ഈ മാസം 26 മാറ്റി. ചാലക്കുടി പാലം അടച്ചിട്ട് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. അറ്റകുറ്റപ്പണികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചാലക്കുടിയിലെ കോൺഗ്രസ് നേതാക്കൾ. ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ, ചാലക്കുടി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, അനീഷ് പാലയൂർ, KV സത്താർ, V മുഹമ്മദ് ഗൈസ്, PT ഷൌക്കത്ത് അലി തുടങ്ങിയവർ സന്നിഹിതരായി. കാണാതായ ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം എറണാകുളം മരട് കായലിനരികിൽ കണ്ടെത്തി. പൂമംഗലം പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൈവളപ്പിൽ സന്തോഷിന്റെ മകൻ 25 വയസ്സുള്ള അശ്വന്താണ് മരിച്ചത്. പള്ളിപ്പുറം സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ കുടുങ്ങിയ മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ചേർന്ന് നീക്കം ചെയ്തു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് അതീവ ശ്രദ്ധയോടെ ഈ ദൗത്യം പൂർത്തിയാക്കിയത്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ പഴയ റൂറൽ ബാങ്ക് ബിൽഡിംഗിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെ നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് നടപ്പിലാക്കുന്ന വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഷെൽട്ടർ പദ്ധതിക്ക് തുടക്കമായി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്റ്റാഴ്സിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കോളേജ് മാനേജർ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ, പ്രിൻസിപ്പൽ ഫാദർ മാർട്ടിൻ കൊളമ്പ്രത്ത്, സ്റ്റാഴ്സ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠന സാമഗ്രികൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്ന സ്റ്റുഡന്റ് സ്മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നീതി കൺസ്യൂമർ സ്റ്റോറിൽ ആരംഭിച്ച സ്റ്റുഡന്റ് സ്മാർട്ടിന്റെ ഉദ്ഘാടനം നിയുക്ത MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. എറണാകുളത്ത് നടന്ന ഗോൾഡൻ അബാക്കസിന്റെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ മായന്നൂർ VLP സ്കൂളിലെ വിദ്യാർത്ഥികൾ മിന്നും വിജയം കരസ്ഥമാക്കി. സബ് ജൂനിയർ കാറ്റഗറിയിൽ അദ്വിത, ജൂനിയർ കാറ്റഗറിയിൽ ദേവനന്ദ എന്നിവർ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി. കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പിലിന്റെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ പക്വാഡ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം കാർ നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലും വൈദ്യുതി തൂണിലും ഇടിച്ചു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ കയ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. 3 പിടിയിൽ നടത്തിയ പ്രകടനത്തിന് മണി കാവുങ്ങൽ, PS ഷാഹിർ, സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിൽ വെള്ളർക്കാട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടി ആൽമരത്തിന് തീപിടിച്ചു. വെള്ളർക്കാട് സെന്ററിൽ പാതി മുറിച്ചു മാറ്റി നിൽക്കുന്ന ആൽമരത്തിനാണ് തീപിടിച്ചത്. ചാവക്കാട് തൊട്ടാപ്പ് ബദർപള്ളിക്ക് സമീപം കടലിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൊട്ടാപ്പ് ആലുങ്ങൽ ഇല്യാസിന്റെ മകൻ 14 വയസ്സുള്ള ഇജാസാണ് മരിച്ചത്. പാവർട്ടി കൈതമുക്ക് സ്വദേശിനി മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് തപാൽ വകുപ്പ് തിരിച്ചയച്ചു.
കുടുംബപരമായ തർക്കത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് കൈതമുക്ക് സ്വദേശി നാലകത്ത് പള്ളത്ത് വീട്ടിൽ മുഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ ഷഫ്ന അഭിഭാഷകനായ സുജിത്ത് ഐനിപ്പള്ളി വഴി അയച്ച കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്ക് തപാൽ വകുപ്പ് തിരിച്ചയച്ചത്. പാഞ്ഞാൾ ചിറങ്കോണത്ത് ബുള്ളറ്റ് ടിപ്പറിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ചേലക്കര തോന്നൂർക്കര വട്ടുള്ളി സ്വദേശികളായ ജിതിൻ, ബെസ്റ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗായകൻ പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷന്റെ 1ാം വാർഷികവും സ്മൃതി പുരസ്കാര സമർപ്പണവും ശനിയാഴ്ച വൈകിട്ട് 4:30 തൃപ്രയാർ സൗത്ത് SNDP LP സ്കൂളിൽ നടക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും. പാവർട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ വെട്ടം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന ഐക്യദാർഢ്യ കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര അഴകം യുവജന സംഘം വായനശാല ബാലവേദി കുട്ടികൾക്കായി വായനക്കളരി സംഘടിപ്പിച്ചു. ചാലക്കുടി കാർമൽ സ്കൂൾ അധ്യാപിക ബീന സതീശൻ ഉദ്ഘാടനം ചെയ്തു. 143 വർഷം പാരമ്പര്യമുള്ള തൃശൂരിലെ CMS സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിയുക്ത MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. കവി മുല്ലനേഴിയുടെ 78ാം ജന്മദിനം വെള്ളി ശനി ദിവസങ്ങളിൽ അവണിശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആചരിക്കും. നടൻ ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. കവി ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷത വഹിക്കും. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുങ്കുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരുടെ 9ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന മേളകലാകാരൻ തൃപ്പേക്കുളം ഉണ്ണിമാരാർ ശിവരാമൻ നായരുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു. കൊടകര പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ട് കാലമായി ഓട്ടൻതുള്ളലിൽ അരങ്ങുവാഴുന്ന കലാമണ്ഡലം പരമേശ്വരനാശാന്റെ 75ാം പിറന്നാൾ ശനിയാഴ്ച ആഘോഷിക്കും. പഴയന്നൂർ ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്യും. ഏനാമാവ് കരുവന്തല ഏകതാ ഗ്രാമീണ വായനശാലയിൽ കുട്ടികൾക്കായി വായനാ കളരി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പോഷക സുരക്ഷയും വിഷരഹിത ഭക്ഷ്യോൽപാദനവും ലക്ഷ്യമിട്ട് കുന്നംകുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വീട്ടിൽ ഒരു പയർത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.